അപ്പോൾ ഇന്ന് നമ്മുടെ ടോപ്പിക്ക് പണം എങ്ങനെ വരും എന്നതിനെ കുറിച്ചുള്ള ടോപ്പിക്കാണ്. ഈ ടോപ്പിക്ക് ഒരു സയൻസ് ടോപ്പിക്കാണ്. ഈ സയൻസ് അറിയാതെ നമ്മൾ ഒരിക്കലും പണം വരികയില്ല. പണം ഇല്ലാത്ത ഒരാളുടെ കയ്യിൽ കൂടുതൽ പണം വരണമെങ്കിൽ ഈ സയൻസ്, പണത്തിനെ പറ്റിയുള്ള സയൻസ് നമ്മൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അതിന് ഒന്നാമതായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഈ ലോകത്ത്, ഈ പ്രകൃതിയിൽ ഒരുപാട് സമ്പത്ത് ഉണ്ട് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഇവിടെ ഒരുപാട് സമ്പത്ത്, നമുക്ക് വേണ്ടതിനപ്പുറം ഒരുപാട് സമ്പത്ത് പ്രകൃതിയിൽ ഉണ്ട് എന്നുള്ളൊരു ബോധ്യം നമുക്ക് വേണം. ഇവിടെ നമ്മുടെ നാട്ടിൽ പൈസ ഇല്ല, ചില ആൾക്കാരെ എപ്പോഴും പറഞ്ഞിരുന്നില്ലേ, ഭരണം നമ്മൾ കേന്ദ്രത്തെ പറ്റി കുറ്റം പറയും, കേരള ഗവൺമെന്റിനെ കുറ്റം പറയും, മൊത്തത്തിൽ ഇല്ലായ്മകളെ പറ്റി ഇങ്ങനെ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും സമ്പത്ത് വർദ്ധിപ്പിക്കാൻ പറ്റുകയില്ല. നമ്മുടെ മനസ്സിൽ നമ്മൾ ഉറപ്പിക്കേണ്ട സംഭവം ഉണ്ട്. ഈ സമ്പത്ത്, ഒരുപാട് സമ്പത്ത് ഇവിടെ ഉണ്ട്, നമ്മുടെ ഈ പ്രകൃതിയിൽ നമുക്ക് വേണ്ടതിനപ്പുറം സമ്പത്തുണ്ട് എന്നുള്ളൊരു ചിന്ത നമ്മൾ ആദ്യം വേണം. ആ ചിന്ത വന്നു കഴിഞ്ഞവർക്ക് മാത്രമേ ഈ പ്രകൃതിയിൽ നിന്ന് സമ്പത്ത് ഉണ്ടാക്കുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ എപ്പോഴും ഇല്ലായ്മ പറയുന്ന ആൾക്കാരെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അവർക്ക് പറഞ്ഞിട്ട് മനസ്സിലാകാത്ത ആളുകളെ നിങ്ങൾ എന്ത് ചെയ്യണം? മെല്ലെ അവരെ നമ്മൾ അകറ്റി നിർത്തണം. നമ്മൾ അവരെ അടുപ്പിൽ നിർത്തി കഴിഞ്ഞാൽ നമ്മുടെ സമ്പത്ത് ഒരിക്കലും വർദ്ധിക്കുകയില്ല. ഇല്ലായ്മ പറയുന്ന ആൾക്കാർ നമ്മൾ മെല്ലെ അകറ്റി നിർത്തുക തന്നെ വേണം. എന്നാലും നമ്മൾ രക്ഷപ്പെടുകയുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ രക്ഷപ്പെടുകയില്ല, അവരും രക്ഷപ്പെടുകയില്ല. അപ്പോൾ നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ ഇങ്ങനത്തെ ആൾക്കാരെ നമ്മൾ മെല്ലെ അകറ്റി നിർത്തണം. ഇനി പണം ഉണ്ടാക്കുന്നതിനോടൊപ്പം പണം എങ്ങനെ ചെലവാക്കുന്നതും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കുന്നത് ചെലവാക്കുന്നതിനെ പറ്റി തന്നെ പറയാം. പണം അത്യാവശ്യം എല്ലാവർക്കും പണം ഉണ്ടാകുമല്ലോ, ചെറിയ സംഖ്യയാണെങ്കിൽ എല്ലാവർക്കും പണം ഉണ്ടാകും. ആ പണം നമ്മൾ ജീവിതത്തിൽ എങ്ങനെ ചെലവാക്കണം, എങ്ങനെ നമ്മൾ ചെലവാക്കിക്കൊണ്ടിരിക്കുന്നു എന്നതിനെ പറ്റി ആദ്യം നമുക്ക് പറയാം. പണം ചെലവാക്കുന്ന രീതി 3 ഘട്ടങ്ങളാണ് ശരിക്കും എല്ലാ മനുഷ്യരിലും ഉള്ളത്. എല്ലാ മനുഷ്യരും തന്നെ ക്യാഷ് ആദ്യം ഇല്ലാത്തവരെ സംബന്ധിച്ചാണ് നമ്മൾ ഈ വിഷയം അവതരിപ്പിക്കുന്നത്. ക്യാഷ് ഒരുപാട് ഭൂസ്വത്തുക്കളും പാരമ്പര്യമായിട്ടുള്ള ആൾക്കാരെ പറ്റിയിട്ടല്ല നമ്മൾ പറയുന്നത്, നമ്മളൊരു മീഡിയം ക്ലാസ്സിലുള്ള ആൾക്കാരെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ 3 ഘട്ടങ്ങൾ. നമ്മുടെ ഫസ്റ്റത്തെ ഘട്ടം, നമ്മൾ അത്യാവശ്യത്തിന് വേണ്ടി മാത്രമേ ക്യാഷ് ചെലവാക്കുകയുള്ളൂ. നമുക്ക് എന്തെങ്കിലും അത്യാവശ്യ സാധനങ്ങൾ വേണ്ടി കടയിൽ ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ അത്യാവശ്യം വേണ്ടപ്പെട്ട സാധനങ്ങൾ മാത്രമേ മേടിക്കുള്ളൂ. എല്ലാ സാധനവും വലിച്ചു വാരി മേടിക്കുകയില്ല. എന്തിനും നമ്മളൊരു എന്താ പറയുക, അത്യാവശ്യം ഘട്ടങ്ങളിൽ മാത്രം പൈസ ചെലവാക്കി ജീവിക്കുന്നവരാണ് അധികം പേരുള്ളത്. ഇങ്ങനെ ജീവിക്കുന്ന ആളുകൾക്ക് കുറച്ചും കൂടി ക്യാഷ് വന്നു കഴിഞ്ഞാൽ അവർ പിന്നെ അവരുടെ ജീവിതം, അവരുടെ മൈൻഡ് സെറ്റൊക്കെ മെല്ലെ മാറി വരും. പിന്നെ അവർക്ക് ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യും. ഇപ്പോൾ നമ്മൾ ബൈക്ക് ഓടിക്കുന്ന ആണെങ്കിൽ, ഓടിക്കുന്ന ആണെങ്കിൽ കാർ മേടിക്കും. പിന്നെ വീട്ടിലാണെങ്കിൽ ഫർണിച്ചറുകളൊക്കെ മാറ്റും, പുതിയ ഫർണിച്ചറുകൾ ഇടും. അങ്ങനെ രണ്ടാമത്തെ ഘട്ടത്തിലോട്ട് കടക്കുമ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റ് മെല്ലെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതും കഴിഞ്ഞ് മൂന്നാമത്തെ ഒരു ലെവലിൽ നമ്മൾ എത്താണ്ട്. നമ്മൾ മൂന്നാമത്തെ ഘട്ടമാണ് ജീവിതത്തിൽ സമ്പത്ത് ചെലവാക്കുന്നതിൻ്റെ. നമ്മുടെ കയ്യിൽ വീണ്ടും സമ്പത്ത് വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റ് ലക്ഷറി മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ മാറും. നമ്മൾ മൊത്തത്തിൽ ലക്ഷറി ആയിട്ട് നമ്മൾ ജീവിക്കാൻ നോക്കും. നമുക്ക് ഒരുപാട് പൈസ നമ്മുടെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ കാണുന്ന സംഗതി മൊത്തം മാറ്റിയിട്ടുണ്ടാവും. മൊത്തം മാറ്റി നമ്മുടെ ഷൂ, നമ്മുടെ ഡ്രസ്സുകൾ ഒക്കെ ബ്രാൻഡ് എല്ലാം നമ്മൾ ബ്രാൻഡായിട്ട് പിന്നെ ഉപയോഗിക്കാൻ തുടങ്ങുന്നു. മൊത്തത്തിൽ ബ്രാൻഡിൻ്റെ ഒരു അംബാസഡർ, എല്ലാ കാര്യങ്ങളും ബ്രാൻഡിൻ്റെ സാധനങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ബ്രാൻഡിൻ്റെ അംബാസഡർമാരി നമ്മുടെ ജീവിതം നയിക്കും. അങ്ങനെ നമ്മുടെ ജീവിതം ആർഭാടങ്ങളുടെ ഉയരത്തിലും അങ്ങനെ എത്തും. ലാസ്റ്റ് നമ്മുടെ കയ്യിൽ അത്രയും ക്യാഷ് വന്ന് ആർഭാടങ്ങളുടെ ഉയരത്തിലെത്തിക്കഴിഞ്ഞാൽ ലാസ്റ്റ് എത്ര സ്റ്റേജ് സ്റ്റോപ്പ് ആവും. പിന്നീട് നമുക്ക് ഈ ലോകത്തിൽ നിന്ന് എല്ലാം കിട്ടിക്കഴിഞ്ഞു, അല്ലെങ്കിൽ പ്രകൃതിയിൽ നിന്ന് എല്ലാ സംഭവങ്ങളും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. പിന്നീട് നമുക്കൊന്നും കിട്ടാനില്ലാത്തൊരു അവസ്ഥ വരും. അപ്പോൾ നമ്മളിതൊക്കെ സ്റ്റോപ്പ് ചെയ്യും. അപ്പോഴാണ് ശരിക്കും ഈ സമ്പത്തിന്റെ ഉണ്ടായിട്ടും നമുക്ക് മനസ്സമാധാനം കിട്ടുന്നില്ല എന്നൊരവസ്ഥ ഈ സമ്പത്ത് കൂടിയ ആൾക്കാർക്കാണ് അധികം ആ പ്രശ്നമുള്ളത്. മനസ്സിന് സുഖമില്ലാതെ കുറേ സമ്പത്ത് നമുക്ക് ഒന്നും കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ ഈ ലക്ഷറി ജീവിതം നമ്മൾ നയിക്കും വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ ഒരിക്കലും നമ്മളെ ലക്ഷറിയിൽ നിന്നും അതിന് വിട്ട് നമ്മൾ സമ്പത്ത് ചെലവാക്കാൻ പാടില്ല. എത്ര സമ്പത്ത് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിലും ശരി, നമ്മൾ ജീവിതത്തിന് ഒരു പരിധി വെക്കണം. എല്ലാ കാര്യങ്ങളും ചെലവാക്കുന്നത് നമ്മൾ ഒരു പരിധി വെക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ഈ ക്യാഷ് കൊണ്ട്, ഈ സമ്പത്ത് കൊണ്ട് അതിനെക്കൊണ്ട് നമ്മൾ ബുദ്ധിമുട്ടേണ്ടി വരും. അതുകൊണ്ടാണ് നമ്മൾ ഒരുപാട് ആളുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ക്യാഷ് ഉള്ള ആളുകൾ തന്നെ ഒരുപാട് ക്യാഷ് ഉണ്ടാവും, പക്ഷെ അവർക്ക് മനസ്സിന് സമാധാനം ഉണ്ടാവില്ല. മനസ്സ് തുറച്ചിരിക്കാൻ അവർ കഴിയുന്നുണ്ടാവില്ല. തീരെ താഴ്ന്നു നിൽക്കുന്ന ആൾക്കാർ ചിലപ്പോൾ നല്ല കളിച്ചു ചിരിച്ച് അവരിങ്ങനെ പണിയായിട്ട് ജീവിക്കുന്നുണ്ടാവും. പക്ഷേ സമ്പത്തുള്ള ഒരുപാട് ആൾക്കാർക്ക് മനസ്സ് തുറന്ന് ചിരിച്ചിട്ട് അവർ എത്ര വർഷങ്ങളോ മാസങ്ങളോ ആയിട്ടുണ്ടാവും. അതിന്റെ കാരണം എന്താ? ഇതന്നെ, ഇവർ ആർഭാട ജീവിതം അന്ന് എത്തിയിട്ട് പിന്നെ അവർക്ക് അതിൽ നിന്ന് എന്താണ് അവർക്ക് എന്താ ചെയ്യുന്നത് പോലെ അവർക്ക് മനസ്സിലാകാൻ പറ്റാത്തൊരവസ്ഥയുടെ അവർ മാനസികാവസ്ഥ എത്തുമ്പോഴാണ് അവർ തന്നെ അവർ സ്റ്റോപ്പ് ചെയ്യുന്നത്. ജീവിതത്തിൽ പിന്നെ അവർക്ക് ആ ഒരു മടുപ്പ് വരും. ഈ ജീവിതം എന്താണ് ഇങ്ങനെ ജീവിച്ചൊരു കാര്യം, എനിക്ക് ഇനി ജീവിതത്തിൽ മടുപ്പ് തോന്നുന്ന അവസ്ഥ അവരിൽ വരും. ജീവിതത്തിൽ ഈ മടുപ്പ് വരുന്ന ആളുകളാണ്, സമ്പത്തുള്ള ആളുകൾക്ക് ജീവിതത്തിൽ മടുപ്പ് വരുമ്പോഴാണ് ഇവർ പിന്നീട് ചാരിറ്റി എന്ന ലെവലിലേക്ക് അവർ മാറുന്നത്. ഈ ചാരിറ്റി ചെയ്യുമ്പോൾ എല്ലാവർക്കും അറിയുന്നതാണോ, ചാരിറ്റി നമ്മുടെ കയ്യിലുള്ള 10 രൂപ ഉണ്ടെങ്കിൽ അതിന് 5 രൂപ ഒരാൾക്ക് കൊടുക്കുമ്പോൾ നമുക്ക് മാനസികമായി സന്തോഷം ലഭിക്കും. അത് എപ്പോഴും പിന്നെ ഈ ക്യാഷ് അധികമുള്ള ആൾക്കാർ അധികം ഈ ചാരിറ്റി ലെവലിലേക്ക് മാറും. എന്താ, അവർക്ക് മനസ്സിന് സുഖം വേണം, മനസ്സമാധാനം വേണം. ക്യാഷ് കുറേ കുന്നുകൂടി കിടക്കുന്നില്ല, പക്ഷേ മനസ്സിന് സുഖം കിട്ടുന്നില്ല. അപ്പോൾ അവർ കണ്ടെത്തുന്ന ഒരു വഴിയാണ് ചാരിറ്റി. അതാണ് ചാരിറ്റിയിലോട്ട് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കയ്യിൽ ക്യാഷ് വന്നു കഴിഞ്ഞാൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ലക്ഷറി ജീവിതം വരെ നയിക്കാം. ലക്ഷറിക്കും അപ്പുറത്തേക്കുള്ള ജീവിതം ഒരിക്കലും സമ്പത്തിൽ നമ്മൾ ചെലവാക്കാൻ പാടില്ല. നമ്മൾ എപ്പോഴും ക്യാഷ് ഉണ്ടെങ്കിൽ തന്നെ ഒരു മിതമായ രീതിയിൽ ജീവിതം മുന്നോട്ട് നയിക്കാൻ നോക്കുക. അങ്ങനെ ജീവിതം മുന്നോട്ട് നയിക്കാൻ നമുക്ക് ജീവിതത്തിൽ മടുപ്പ് തോന്നില്ല. നമ്മൾ ഓവറായിട്ട് ലക്ഷറിക്കും അപ്പുറത്തേക്ക് കടന്ന് ജീവിക്കുന്ന ആളുകളാണ് ഈ ജീവിതത്തിൽ മടുപ്പ് തോന്നുന്നത് ആയിട്ട് കണ്ടിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കയ്യിൽ കുറേ ക്യാഷ് വന്നിട്ട് നമുക്ക് സന്തോഷിക്കാം, മനസ്സമാധാനം കിട്ടുന്നു ആരും വിചാരിക്കണം കേട്ടോ. നിങ്ങൾ കയ്യിലുള്ള ക്യാഷും സമ്പത്തും കൊണ്ട് തന്നെ മനസ്സമാധാനവും സന്തോഷവും കണ്ടെത്തണം. ക്യാഷ് ഉള്ളവർക്ക് എല്ലാവരും കയ്യിൽ ക്യാഷ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അങ്ങ് സ്വർഗ്ഗത്തിലെത്തിയെന്ന് ആരും കരുതണ്ട. അങ്ങനെ ക്യാഷ് ഉള്ള ലോകത്തുള്ള ആൾക്കാരും അങ്ങനെ സന്തോഷം നടത്തുന്നതായിട്ട് ആരും വിചാരിക്കും വേണ്ട. ഇനി നമുക്ക് പണം എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെ പറ്റി ചെറിയൊരു ടോപ്പിക് പറയാം. ആദ്യം നമ്മൾ ഫസ്റ്റിൽ പറഞ്ഞല്ലോ, ഈ ലോകത്ത് ഒരുപാട് സമ്പത്തുണ്ട് എന്ന് നമ്മൾ ആദ്യം പറഞ്ഞല്ലോ. അതാണ് ഇതിന്റെ മെയിൻ.
ബുദ്ധിയിൽ നമ്മുടെ മനസ്സിൽ നമ്മളത് ആദ്യം നമ്മൾ ഉറപ്പിക്കണം. ഈ ലോകത്ത് എനിക്ക് ഒരുപാട് സമ്പത്ത് നേടിയെടുക്കാൻ ഇവിടെ ഉണ്ട്, ഞാൻ വിചാരിച്ചതിനപ്പുറം ലോകത്ത് സമ്പത്തുണ്ട് എന്ന് നമ്മൾ ഉറപ്പായിട്ട് വിചാരിക്കണം. അങ്ങനെ വിചാരിക്കുന്ന വ്യക്തിക്ക് മാത്രമേ സമ്പത്ത് ലോകത്ത് കിട്ടുള്ളൂ. അതാണ് ഫസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും നമ്മുടെ ടൈം വേസ്റ്റ് ആക്കരുത്. നമ്മൾ കിട്ടുന്ന ടൈം ഒരു മണിക്കൂർ പോലും നമ്മൾ വേസ്റ്റ് ആയി കളയാൻ നമ്മുടെ ജീവിതത്തിൽ ഒരു കർക്കശ നിയമം നമ്മൾ തന്നെ പാലിക്കേണ്ടതുണ്ട്. അതിനു വേണ്ടി നമുക്ക് ഈ ലോകത്തിന് നമ്മൾ എന്തെങ്കിലും അങ്ങ് കൊടുക്കണം, സംഭാവന ചെയ്യണം. അപ്പോഴേ നമുക്ക് സമ്പത്ത് ഇങ്ങനെ കൂടുതൽ കിട്ടുകയുള്ളൂ. ലോകത്തിന് നമുക്ക് ഓരോ വ്യക്തിക്കും ഓരോ സ്കില്ലുകൾ ഉണ്ടാവും. ഏതൊരു മനുഷ്യനും ഒന്ന് ആലോചിച്ച് അവർക്ക് സ്കില്ല് ഉണ്ടാവും. ആ സ്കില്ല് കണ്ടെത്തിയിട്ട് ആ സ്കില്ലിനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുവരണം. പലർക്കും പലതരം സ്കില്ലുകൾ ഉണ്ടാവും. സ്കില്ലില്ലാത്ത മനുഷ്യന്മാർ ലോകത്ത് കുറവാണ്. ഓരോരുത്തർ സ്കില്ല് കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ എനർജി നമ്മൾ ആ സ്കില്ല് നമ്മൾ പ്രവർത്തിപ്പിക്കണം. നിങ്ങൾ ഏത് സ്കില്ലാണ് നിങ്ങളുള്ളത്, ആ സ്കില്ലിലായിരിക്കും നിങ്ങളെ എനർജി കളയേണ്ടത്. നമ്മൾ വെറുതെ വേറെ സംഭവങ്ങൾ, നമുക്ക് അറിയാത്ത സംഭവങ്ങൾ ഇടപെട്ടിരുന്നു നമ്മുടെ എനർജി നമ്മൾ വെറുതെ കളയേണ്ട ആവശ്യമില്ല. നമുക്ക് അത്യാവശ്യം എന്ത് സംഭവം ആയിക്കോട്ടെ അതിന് നമ്മുടെ എനർജി, നമ്മുടെ സ്കില്ല് നമ്മുടെ എനർജി. അപ്പോൾ നമുക്ക് നമ്മുടെ സമൂഹത്തിന് എന്തെല്ലാം കൊടുക്കുവാൻ കഴിയും. ഈ സമൂഹത്തിന് നമുക്ക് കൊടുക്കുവാൻ കഴിയുമെങ്കിൽ ആദ്യം നമ്മുടെ ഈ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സ്കില്ല് കണ്ടെത്തണം. ആ സ്കില്ല് കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് സമൂഹത്തിന് കൊടുക്കാൻ കഴിയുള്ളൂ. അതുപോലെ നമ്മൾ ഒരേ സമയം പല ജോലികൾ കണ്ടെത്തണം. നമ്മൾ ഒരു ജോലിയിൽ മാത്രം ഒതുങ്ങി കൂടി നിൽക്കരുത്. എല്ലാവർക്കും പറ്റുന്ന വലിയൊരു അബദ്ധമാണിത്. എന്ത് ജോലിയാലും രാവിലെ പോയി വൈകിട്ട് രാത്രി ഒരു ജോലി മുഴുകിയിരിക്കും. അത് നമുക്ക് ഒരുപാട് സമ്പത്ത് വർദ്ധിപ്പിക്കണമെങ്കിൽ അതുകൊണ്ട് നമുക്ക് മതിയാകില്ല. നമ്മൾ എപ്പോഴും പല ജോലികൾ, ചെറിയ ജോലികളായിക്കോട്ടെ, നമ്മൾ വീണ്ടും 2-3 ജോലികൾ നമുക്ക് ഏർപ്പെട്ടിരിക്കണം. ചിലപ്പോൾ നമ്മൾ 12 മണിക്കൂർ 16 മണിക്കൂറാകും. ചിലപ്പോൾ മണിക്കൂറുകൾ കൂടാതെ നമ്മൾ നോക്കണം. നമ്മൾ റിസ്ക് എടുക്കണം. നമുക്ക് സമ്പത്ത് വേണമെങ്കിൽ നമ്മൾ നല്ലോണം റിസ്ക് എടുക്കണം. ഈ റിസ്ക് എടുക്കുക എന്നല്ല ഫസ്റ്റ് ഘട്ടങ്ങളിൽ മാത്രമേ നിങ്ങൾക്ക് റിസ്ക് എടുക്കേണ്ട ആവശ്യം വരുള്ളൂ. പിന്നീട് നിങ്ങൾക്ക് സമ്പത്ത് കൊണ്ട് വരവ് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നിങ്ങൾ റിസ്ക് എടുക്കേണ്ട ആവശ്യം വരില്ല. പിന്നെ നമ്മൾ മണിക്കൂറുകൾ പതിയെ കുറഞ്ഞു വരും. പിന്നീട് നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മൾ സ്കില്ലുകൾ കണ്ടെത്തി കഴിഞ്ഞാൽ ആ സ്കില്ലിൽ മാത്രമേ നമ്മൾ ഏർപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 12 മണിക്കൂർ 8 മണിക്കൂറോ 10 മണിക്കൂർ കുറഞ്ഞു വരും. അപ്പോൾ നമ്മുടെ സ്കില്ലിൽ നമ്മൾ ഏർപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഈ മണിക്കൂറുകളൊക്കെ പതിയെ കുറഞ്ഞു വരും. പിന്നീട് നമ്മൾ 12 മണിക്കൂർ 10 മണിക്കൂർ 8 മണിക്കൂർ ഒരിക്കലും ജോലി എടുക്കേണ്ട ആവശ്യം വരില്ല. ചെറിയ സമയം ജോലി എടുത്താൽ മതി. പിന്നീട് അതിന് നമ്മൾ ചെയ്യുന്ന സ്കില്ല് വളർത്തിയെടുക്കുക. മെയിനായിട്ട് ചെയ്യുന്ന കാര്യം സ്കില്ല് വളർത്തിയെടുക്കുക, സമയം വേസ്റ്റ് ആക്കാതിരിക്കുക. നമ്മുടെ ഈ സമയവും നമ്മുടെ എനർജിയും കൂടി കലരുമ്പോഴാണ് നമുക്ക് സമ്പത്ത് ഉണ്ടാകുന്നത്. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. സമയവും എനർജിയും കൂടി കലരുമ്പോഴാണ് നമുക്ക് സമ്പത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ലോകത്ത് സമ്പത്തുള്ള ആളുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ സമ്പത്തുള്ള ആളുകളെല്ലാം അവരുടെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ടാണ് അവർ സമ്പത്ത് ഉണ്ടാക്കുന്നത്. നമ്മളധികം ചെയ്യുന്നത് എന്താ, നമ്മുടെ കൈ കാല് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സമ്പത്ത് ഉണ്ടാക്കുന്നത്. പക്ഷേ അധികം ആളുകളും സമ്പത്ത് കൂടുതലുള്ള ആളുകൾ അവരുടെ ബ്രെയിൻ ഉപയോഗിച്ചിട്ടാണ് സമ്പത്ത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാം ചെയ്യുന്നത് നമ്മൾ ബ്രെയിനെ നമ്മൾ നല്ലോണം ഈ സമ്പത്ത് ഉണ്ടാക്കാൻ നമുക്ക് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ബ്രെയിനെ നമ്മൾ നല്ലോണം ഉപയോഗപ്പെടുത്തണം. നമ്മൾ ചിന്തിക്കണം. നല്ല ചിന്തിച്ചിട്ട് നമുക്ക് എന്തെല്ലാം എങ്ങനെയെല്ലാം നമുക്ക് സമ്പത്ത് ഉണ്ടാക്കാൻ പറ്റും ഇതിനെപ്പറ്റി നമ്മൾ ഡെയിലി ചിന്തിക്കണം. ചിന്തിച്ചിട്ട് നമുക്ക് എന്തെല്ലാം മാറ്റങ്ങൾ വരുത്താൻ പറ്റും. അപ്പോൾ എല്ലാവരുടെ കയ്യിലും ഒരുപാട് സമ്പത്ത് വരട്ടെ എന്ന് ആശംസിച്ചു ഞാൻ നിർത്തുന്നു. ഇത് എൻ്റെ ആദ്യത്തെ ടോപ്പിക് കൂടിയാണ്. അപ്പോൾ മിസ്റ്റേക്കുകൾ ഉണ്ടാകും, അത് നിങ്ങളെല്ലാം ക്ഷമിക്കും എന്ന് കരുതുന്നു. ഓക്കെ.